+1 ഫിസിക്സിലെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻസ് കാണാനാണ് പഠിക്കുന്നത്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻ. ഇപ്പൊ എന്താ ഡയമെൻഷൻ എന്ന് പറഞ്ഞാല് ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ പവർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. പവേഴ്സ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഡയമെൻഷൻ അല്ലെങ്കിൽ ഡയമെൻഷണൽ അനാലിസിസ് എന്ന് പറഞ്ഞത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പൊ ആദ്യം ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് മാസിന്റെ ഡയമെൻഷൻ. മാസ് എന്ന് പറഞ്ഞത് എന്താ? മാസിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞത് ക്യാപിറ്റൽ ലെറ്റർ എം എന്ന് വരും. ഡയമെൻഷൻ ഓഫ് മാസ് എന്ന് പറഞ്ഞത് ക്യാപിറ്റൽ ലെറ്റർ എം. സെക്കൻഡ് വൺ ഡയമെൻഷൻ ഓഫ് ലെങ്ത്. ലെങ്ത്തിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ ലെറ്റർ എൽ. അതേപോലെ ടൈമിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞത് ഡയമെൻഷൻ ഓഫ് ടൈം ക്യാപിറ്റൽ ലെറ്റർ ടി. ഇത് MLT ഫോം എന്ന് പറയും. മാസ്, ലെങ്ത്, ടൈം, ഫോം. MLT ഫോം ഈ 3 ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചിട്ടാണ് ആ പേര് വരുന്നത്. മാസ് എം, ലെങ്ത് എൽ, ടൈം ടി. ക്യാപിറ്റൽ ലെറ്റർ ആണ് ഡയമെൻഷൻ കാണാൻ വേണ്ടി യൂസ് ചെയ്യുക. പിന്നെ നാലാമത്തത് ഇലക്ട്രിക് കറന്റ്. ഇലക്ട്രിക് കറന്റ് ഇലക്ട്രിക് കറന്റിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞത് ക്യാപിറ്റൽ ലെറ്റർ ഐ അല്ലെങ്കിൽ എ എന്ന് ഉപയോഗിക്കാറുണ്ട്. എ, ക്യാപിറ്റൽ ലെറ്റർ എ. അതേപോലെ ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിന് കെൽവിനിലാ പറയാം, ക്യാപിറ്റൽ ലെറ്റർ കെ. ടെമ്പറേച്ചർ ആണ് സാധാരണ സി എഴുതാൻ സാധ്യത ഉള്ളത്. ഇപ്പൊ ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കെൽവിനിലാ പറയാം. അപ്പൊ ഡയമെൻഷൻ എന്ന് പറഞ്ഞത് ക്യാപിറ്റൽ ലെറ്റർ കെ ആയിരിക്കും. അതേപോലെ സിക്സ്ത് വൺ ഏരിയ. ഏരിയ എന്ന് പറഞ്ഞത് ശരിക്കും എന്താണ്? ഏരിയ എന്ന് പറഞ്ഞത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇപ്പൊ ലെങ്ത് എന്ന് പറയുന്നത് ഡയമെൻഷൻ വരുന്നത് എന്താ? എല്ലാണ് അല്ലെ? ലെങ്ത്തിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞത് എല്ലാണ്. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞതും ലെങ്ത് തന്നെയാണ്. ഒരു നീളാണല്ലോ, ഒരു ലെങ്ത് ആണല്ലോ ബ്രെഡ്ത്ത് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതൊരു മെഷർമെന്റ്, ഒരു ലെങ്ത് ആണല്ലോ വരുന്നത്. അപ്പൊ ആ ബ്രെഡ്ത്തിനെയും നമ്മൾ എന്താ ഡയമെൻഷനിൽ ഡിനോട്ട് ചെയ്യുക? എൽ ഇൻറ്റു എൽ. എൽ ഇൻറ്റു എൽ എന്ന് പറഞ്ഞാൽ ഏരിയയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞത് എൽ സ്ക്വയർ, ക്യാപിറ്റൽ ലെറ്റർ എൽ സ്ക്വയർ. സെവൻത് വൺ വോള്യം. വോള്യത്തിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞത്, വോള്യം എന്ന് പറഞ്ഞാൽ എന്താ? വോള്യം ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്നാണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇപ്പൊ ലെങ്ത് എന്ന് പറഞ്ഞത് എന്താ? ഡയമെൻഷൻ ക്യാപിറ്റൽ ലെറ്റർ എൽ. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞതും ഒരു ലെങ്ത്തിൽ വരുന്ന മെഷർമെന്റ് ആണ്, ഡയമെൻഷൻ എൽ ആണ്. ഹൈറ്റ് നമ്മൾ വെച്ചറിയൽ ലെങ്ത് ആണ് അല്ലെ? എൽ ഇൻറ്റു എൽ ഇൻറ്റു എൽ എന്ന് പറഞ്ഞാൽ വോള്യത്തിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞത് എന്താണ്? എൽ ക്യൂബ് ഈക്വൽ ടു എൽ ക്യൂബ്. സെവൻത് വൺ. എയ്ത്ത് ഡെൻസിറ്റി. ഇങ്ങനെ ഡെൻസിറ്റി മെഷർ ചെയ്യുക. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ബൈ വോള്യം. മാസ് ഡിവൈഡഡ് ബൈ വോള്യം. മാസ് ബൈ വോള്യം ആണ് ഡെൻസിറ്റി എന്ന് പറഞ്ഞത്. മാസിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞത് ക്യാപിറ്റൽ ലെറ്റർ എം ആണ്. വോള്യം നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. വോള്യം എന്ന് പറഞ്ഞത് എന്താ? എൽ ക്യൂബ്. വോള്യം എൽ ക്യൂബ്. അതിനെ നമുക്ക് എന്ത് ചെയ്യാം? മുകളിലേക്ക് മാറ്റിയാൽ ഇങ്ങനെ എഴുതാൻ പറ്റും, എം എൽ റേസ് ടു -3 എന്ന് എഴുതാം. കാരണം 1/a⁻m എന്നുള്ളത് a⁻−m എന്നാക്കാം. അപ്പോൾ 1/L³ എന്നുള്ളത് L⁻−3 എന്ന് വരും. ഇതാണ് ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞത്. അതേപോലെ സ്പീഡ്, 9th വൺ. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ്
ഡിവൈഡഡ് ബൈ ടൈം. ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞത് ഒരു ലെങ്ത് ആണ് അല്ലെ, ലെങ്ത് ആണ്. ടൈം എന്ന് പറഞ്ഞത് ടി, ക്യാപിറ്റൽ ടി. അതും 1/t നമുക്ക് ടി റൈസ് ടു -1 ആകും. അപ്പൊ എൽ ടി റൈസ് ടു -1, എൽ ടി റൈസ് ടു -1. നെക്സ്റ്റ് വെലോസിറ്റി. വെലോസിറ്റിയുടെ ഡയമെൻഷൻ. വെലോസിറ്റി, വെലോസിറ്റിയുടെ ഫോർമുല ഡിസ്റ്റൻസിന് പകരം ഡിസ്പ്ലേസ്മെന്റ് ആക്കിയാണ്. ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. ഈ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഒരു ലെങ്ത് ആണത്. ലെങ്ത് ഡിവൈഡഡ് ബൈ ടൈം. എൽ ബൈ ടി സെയിം തന്നെയാണ് വരിക. എൽ ടി റൈസ് ടു -1, എൽ ടി റൈസ് ടു -1. അപ്പൊ ഇവിടെ സ്പീഡിന്റെ ഡയമെൻഷനും വെലോസിറ്റിയുടെ ഡയമെൻഷനും സെയിം ആണ്. സ്പീഡിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞത് എൽ ടി റൈസ് ടു -1 ആണ്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞത് എൽ ടി റൈസ് ടു -1. രണ്ടും സെയിം ആണ്. അങ്ങനെ സെയിം ആയിട്ട് വരികയാണെങ്കിൽ അതിനെ നമുക്ക് പറയുന്ന ഒരു പേരുണ്ട്, പെയേഴ്സ് എന്നാണ് പറയുന്നത്. പെയേഴ്സ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? സ്പീഡും വെലോസിറ്റിയും എന്താണ്? പെയേഴ്സ് ആണ്. പെയേഴ്സ്. സ്പീഡും ഡയമെൻഷൻ എന്ന് പറഞ്ഞതും പെയേഴ്സ് ആണ്, പെയറുകളാണ്. സെയിം ഡയമെൻഷൻ ആണ് വരുന്നത്. നെക്സ്റ്റ് ആക്സിലറേഷൻ, 11th. ആക്സിലറേഷന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞത്, ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി ബൈ ടൈം. വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. വെലോസിറ്റിയുടെ ഡയമെൻഷൻ നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തതാണ്. എൽ ടി റൈസ് ടു -1 ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറഞ്ഞത് ടി. അപ്പൊ ഈ ടിയും മുകളിലേക്ക് ടി റൈസ് ടു -1 എന്നായി മാറിയാൽ എന്താ? എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്ന് പറഞ്ഞത് എ റൈസ് ടു എം പ്ലസ് എൻ ആണ്. അപ്പൊ എൽ റൈസ് ടു ടി, എൽ ടി റൈസ് ടു -1 എന്നുള്ളത് -2 എന്നായി മാറും. എൽ ടി റൈസ് ടു -2. നെക്സ്റ്റ് 12th വൺ, മൊമെന്റം. മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഇൻറ്റു വെലോസിറ്റി. മൊമെന്റം എന്ന് പറഞ്ഞത് മാസ് ഇൻറ്റു വെലോസിറ്റി. വെലോസിറ്റിയെ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് മൊമെന്റം എന്ന് പറയുന്നത്. അപ്പൊ മാസിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ എം ആണ്. വെലോസിറ്റി നമ്മൾ ഡിറൈവ് ചെയ്തത് എൽ ടി റൈസ് ടു -1. അപ്പോൾ മൊമെന്റത്തിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞത് എം എൽ ടി റൈസ് ടു -1. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, സാധാരണ എക്സാമിന് വരുന്ന ഒരു ഭാഗമാണ് ഫോഴ്സ്. ഫോഴ്സ് ഡയമെൻഷൻ എങ്ങനെയാണ്? എന്താ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ അല്ലെ. ഫോഴ്സ് എന്ന് പറഞ്ഞത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യാപിറ്റൽ എം. ആക്സിലറേഷൻ നമ്മൾ മുമ്പ് ഡിറൈവ് ചെയ്തതാണ്. എന്താണ്? എൽ ടി റൈസ് ടു -2. -1 ആണെങ്കിൽ വെലോസിറ്റി, -2 ആണെങ്കിൽ ആക്സിലറേഷൻ. അപ്പോ ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞത് എം എൽ ടി റൈസ് ടു -2. എം എൽ ടി റൈസ് ടു -2. നെക്സ്റ്റ് വണ് വർക്ക്. വർക്ക് എന്ന് പറഞ്ഞത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് ഇപ്പൊ നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തല്ലോ. എന്താണ് ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞത്? എം എൽ ടി റൈസ് ടു -2 ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഒരു ലെങ്ത് ആണ് അല്ലെ, എൽ. അപ്പൊ എൽ ഇൻറ്റു എൽ എന്നുള്ളത് എൽ സ്ക്വയർ ആയി മാറും. അപ്പൊ എം എൽ ഇൻറ്റു എൽ എന്നുള്ളത് എൽ സ്ക്വയർ ടി റൈസ് ടു -2. അതാണ് വർക്കിന്റെ ഡയമെൻഷൻ. നെക്സ്റ്റ് എനർജി. എനർജി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ഒരു വർക്കാണ്.
വർക്കാണ് എനർജി എന്ന് പറഞ്ഞത്. അപ്പൊ അത് എന്ത് പറയാം നമുക്ക്, ഇറ്റ് ഈസ് ഈക്വൽ ടു എം എൽ സ്ക്വയർ ടി റൈസ് ടു -2. ഇപ്പൊ ഇവിടെ നമുക്ക് വേറൊരു കാര്യം പറയാൻ പറ്റും, വർക്കും എനർജിയും എന്താണ്, പെയേഴ്സ് ആണ്. കാരണം രണ്ടിനും എന്താ വരുന്നത്, സെയിം ഡയമെൻഷൻ ആയതുകൊണ്ട് വർക്കും എനർജിയും എന്തെന്ന് പറയാം, പെയേഴ്സ് ആണെന്ന് പറയാം. ഇനി നെക്സ്റ്റ് പ്രഷർ. പ്രഷറിന്റെ ഡയമെൻഷൻ എന്തായിരിക്കും? പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ. പ്രഷർ ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്, എന്താണ്, എം എൽ ടി റൈസ് ടു -2. ഏരിയ അറിയാലോ, സൈഡ് ഇൻറ്റു സൈഡ്, ലെങ്ത് ഇൻറ്റു ലെങ്ത്, എൽ സ്ക്വയർ. അപ്പൊ ഈ എല്ലും കൂടി മുകളിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക, എൽ റൈസ് ടു -2, അല്ലെങ്കിൽ ഒരു എൽ ഉണ്ട് ക്യാൻസൽ ചെയ്യുക, മുകളിലത്തെ ഒരു എല്ലും താഴത്തെ എൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എൽ ഇൻറ്റു എൽ, ഒരു എല്ലാണ്ട് ക്യാൻസൽ ചെയ്താൽ പിന്നെന്താ ഉണ്ടാവുള്ളൂ, ഡിവൈഡഡ് ബൈ എൽ ഉണ്ടാവും. ആ ഒരു എല്ല് മുകളിലേക്ക് മാറിയാൽ എന്തായി, എം എൽ റൈസ് ടു -1 ടി റൈസ് ടു -2. ഒരു എല്ലും എൽ സ്ക്വയറിൽ ഒരു എല്ലും കൂടെ ക്യാൻസൽ ചെയ്ത് പോയാൽ ഡിനോമിനേറ്ററിൽ ഒരു എല്ല് മാത്രം ഉണ്ടാവുക. ആ ഡിനോമിനേറ്ററിൽ 1/L ആണ് എൽ റൈസ് ടു -1 എന്നാക്കി എഴുതിയത്. അപ്പൊ പ്രഷറിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞത് എന്താണ്, എം എൽ റൈസ് ടു -1 ടി റൈസ് ടു -2. നെക്സ്റ്റ് പവർ. പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ടൈപ്പ്, വർക്ക് ബൈ ടൈം, വർക്ക് ഡിവൈഡഡ് ബൈ ടൈം, വർക്ക് ബൈ ടൈം. വർക്കിന്റെ ഡയമെൻഷൻ മുമ്പ് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്, എന്തായിരുന്നു, എം എൽ സ്ക്വയർ ടി റൈസ് ടു -2 ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറഞ്ഞത് എന്താ, ടി. ഈ ടി കൂടെ മുകളിലേക്ക് വന്നാൽ -1 ആ വരിക. അപ്പൊ -2 -1 കൂടെ ആഡ് ചെയ്താൽ ടി റൈസ് ടു -3 എന്ന് വരും. അപ്പൊ എം എൽ സ്ക്വയർ ടി റൈസ് ടു -3. നെക്സ്റ്റ് വേവ് ലെങ്ത്. വേവ് ലെങ്ത് എന്ന് പറഞ്ഞത് ഒരു ഡിസ്റ്റൻസ് ആണ്, ഡിസ്റ്റൻസ് ആണ് അല്ലെ. ക്രസ്റ്റും ട്രഫും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്, ഒരു ഡിസ്റ്റൻസ് ആണ് വേവ് ലെങ്ത് തന്നത്. അപ്പൊ വേവ് ലെങ്തിനെ നമുക്ക് എന്ത് പറയാം, എൽ എന്ന് പറയാം അല്ലെ. അപ്പൊ ഡിസ്റ്റൻസും വേവ് ലെങ്തും എന്താണ്, പെയേഴ്സ് ആണ്. ഡിസ്റ്റൻസും വേവ് ലെങ്തും പെയേഴ്സ് ആണ് വരിക. നെക്സ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. അതും എന്താണ്, ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ഈക്വൽ ടു എൽ. അപ്പൊ ഇതിൽ ഏത് രണ്ടും ഉപയോഗിച്ചിട്ടും നമുക്ക് പെയേഴ്സ് ആയിട്ട് പറയാൻ പറ്റും. റേഡിയസ് ഓഫ് ഗൈറേഷൻ, വേവ് ലെങ്ത്, ഡിസ്റ്റൻസ്, എല്ലാത്തിന്റെയും ഡയമെൻഷൻ എന്ന് പറഞ്ഞത് എൽ ആണ് വരിക. ലാസ്റ്റ് ഇമ്പൽസ്. ഈ 20 മതി. ഇമ്പൽസ്. ഇമ്പൽസ് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ടൈം, ഫോഴ്സ് ഇൻറ്റു ടൈം. ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താ, എം എൽ ടി റൈസ് ടു -2 ഇൻറ്റു ടൈം എന്ന് പറയുമ്പോൾ ഇൻറ്റു ടി അല്ലെ. ഇപ്പൊ ടി എന്ന് പറഞ്ഞാൽ ടി റൈസ് ടു 1 ആണ്, -2 1 കൂടെ ആഡ് ചെയ്താൽ -1 എന്ന് വരും അല്ലെ. അപ്പൊ വിച്ച് ഇസ് ഈക്വൽ ടു എം എൽ ടി റൈസ് ടു -1. അപ്പൊ എം എൽ ടി റൈസ് ടു 1 എന്നുള്ളതാണ് എന്ത്, ഇമ്പൽസിന്റെ ഡയമെൻഷൻ. ഇത് മുമ്പ് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട് ഈ സെയിം ക്വാണ്ടിറ്റി. എം എൽ ടി റൈസ് ടു -1 എന്ന് പറഞ്ഞത് മൊമെന്റത്തിന്റെ ഡയമെൻഷനും എം എൽ ടി റൈസ് ടു -1 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, മൊമെന്റം എന്ന് പറയുന്നതും ഇമ്പൽസും എന്താണ്, പെയേഴ്സ് ആണെന്ന് പറയാൻ പറ്റും. മൊമെന്റവും ഇമ്പൽസും തമ്മിൽ പെയേഴ്സ് ആണെന്ന് പറയാൻ പറ്റും. ക്ലിയർ അല്ലേ? ഇത്രയാണ് ഡയമെൻഷൻ നമുക്ക് +1 പഠിക്കാനുള്ളത്.